അവിടുത്തെ ടീച്ചറിനോട് എനിക്കും പെൻസിൽ ഡ്രോയിങ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അത് എന്നെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി. മാഡം ഇപ്പൊ പഠിക്കണ്ട, മാഡത്തിന് ഇത് രണ്ടും അറിയാമല്ലോ. മാഡം പിന്നെ അവിടുത്തെ ഒരു സാറുണ്ട്, ടീച്ചറിന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിക്കാരൻ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ സംസാരിച്ചാളെ. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നെ കുറെ ദിവസം കഴിഞ്ഞു, കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സാറിന്റെ വീഡിയോ ഞങ്ങൾ ശരിക്കും കാണുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമായിരുന്നു. എനിക്ക് ശരിക്കും അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, സാറിങ്ങനെ ഒന്നും പറയത്തില്ല, ഐ എം ആൻ ആർട്ടിസ്റ്റ്, ഐ ഹാവ് എ ഡ്രീം എന്നും പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ബൈ എന്നും പറഞ്ഞ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മോളോട് പറയാം, മോള് വരയ്ക്കും. അപ്പൊ അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, അവരങ്ങനെ പറഞ്ഞതല്ലേ, അപ്പോൾ അതെനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നൊരിത്. ഫേസ് ഒക്കെ വരയ്ക്കുമ്പോൾ ശരിയാവത്തില്ല. അപ്പൊ അവള് പറഞ്ഞ് അമ്മ വരച്ചാ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചോണ്ടിരുന്നാൽ മതി, ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ സാറിന്റെ ഒരു ഇത് കണ്ടപ്പോഴാണ് അവള് തന്നെ പറഞ്ഞു, അമ്മ ഞാൻ ഇതിൻ്റെ അകത്ത് അമ്മയുടെ പേര് കൊടുത്ത് ഫീസ് അടച്ചോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊക്കെ കുറച്ച് പേടിയൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അത് കുഴപ്പമില്ല, ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്തോളാം, എന്തായാലും ഞാൻ അടയ്ക്കുകയാണെന്ന് പറഞ്ഞു. കണ്ട അപ്പോഴും തന്നെ ഫീസും അടച്ചു. അങ്ങനെയാണ് ഞാൻ ചേർന്നത്. പിന്നെ അതിനുവേണ്ടി സമയം ഞാൻ കണ്ടെത്തി ഒരുപാട്. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് പതുക്കെ വരയ്ക്കുള്ളൂ, മീൻസ് സമയം ഒരുപാട് എടുത്താ വരും. പിന്നെ പിന്നെ ആ സാറ് ഒരു 30 മിനിറ്റിന്റെ കുറെ ഇത് തന്നിരുന്നല്ലോ, അതെനിക്ക് 30 മിനിറ്റ് വേണ്ടാതായി വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയും എനിക്ക് എന്താണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, വരയ്ക്കണം വരയ്ക്കണം എന്നുള്ള. ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിവസം ഒരു ചിത്രമെങ്കിലും വരച്ചില്ലെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ആ ഒരു അവസ്ഥയായി. കുറേ അഥവാ ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയാണെങ്കിൽ രാത്രിയിൽ എണീറ്റിരുന്ന് ആരെയും ശല്യപ്പെടുത്താതെ വേറൊരു മുറിയിൽ പോയിരുന്നു, ലൈറ്റ് ഇട്ട് പോയിരുന്നു വരച്ച് അത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കിടക്കുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം കൂടുതൽ തന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ കരയുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ പ്രായത്തിൽ. എന്തെങ്കിലും എനിക്ക് എന്നെ ഒന്ന് കളിയാക്കിയാലായാലും ചീത്ത പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, ഞാൻ നല്ല ബോൾഡായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് പറഞ്ഞാലും എനിക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞ ഇത് ശരിയായില്ലല്ലോ, ഞാൻ ഇങ്ങനെയാ വരയ്ക്കുന്നത്, എനിക്കിത് നന്നായിട്ടാ തോന്നുന്നത്, പിന്നെന്താ, എന്റെ സന്തോഷമല്ലേ, എന്റെ മനസ്സിന്റെ സന്തോഷമല്ലേ ഞാൻ എനിക്ക് തിരിച്ചു പറയാൻ പറ്റുന്നു. അത് ശരിക്കും സാറിന്റെ ക്ലാസ്സിന്റെ ഒരു ഗുണം തന്നെയാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഞാനിപ്പോ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം. കൂടുതൽ കുട്ടികളായ എനിക്ക് ഹെൽത്ത് ഇപ്പോഴും അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് നല്ല വർക്കുകൾ ചെയ്യിപ്പിക്കണം, അതുണ്ട്. പിന്നെ വീട്ടില് എൻ്റെ ഹസ്ബൻഡിന്റെയും കുഞ്ഞുമക്കളുടെയും പോർട്രേറ്റ് നല്ല രീതിയിൽ വരച്ച് അവർക്ക് സർപ്രൈസ് കൊടുക്കണം. ധൈര്യമായിട്ട് ആർട്ടിലോട്ട് വരിക എന്നാണ് നമ്മുടെ ആഗ്രഹം, മൂടി വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്താഗ്രഹം, ആർട്ടിന്റെ അല്ല, മറ്റെന്ത് ഇതായാലും നമുക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അതൊരിക്കലും മൂടി വെക്കാൻ പാടില്ല. അത് ഞാൻ എൻ്റെ മക്കളോടും അത് തന്നെയാണ് പറയുന്നത്. എൻ്റെ പഠിക്കാൻ വരുന്ന ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു പടം മാറ്റി വെക്കാൻ പാടില്ല. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു റിവാർഡ് കരസ്ഥമാക്കിയ ഗീത മാം നമ്മുടെ അടുത്തുണ്ട്. ഗീത മാമിനെ കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെൻസിൽ ഡ്രോയിങ് കോഴ്സിലേക്കാണ് ഗീത മാം വരുന്നത്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ, നേരിട്ട് കണ്ട് കുറേ അതെ, സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. സോ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി പരിചയമുള്ള മറ്റൊരു സ്റ്റുഡൻറ്റും കൂടിയാണ് ഗീത മാം. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഓൺലൈനായിട്ട് ചിത്രകല, ഈ ഒരു പ്രായത്തിൽ ഓൺലൈനായിട്ട് ചിത്രകല പഠിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള റീസൺ അതൊന്ന് പറയാമോ? എന്തെന്ന് വെച്ചാൽ സാർ, ഞാൻ കുറെ സാറിന്റെ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു 8-10 വർഷം മുമ്പ് എനിക്ക്
ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഞാൻ ബെഡിൽ ഒരു 8 മാസം വരെ കിടപ്പായിരുന്നു. ഉം. ആ സമയം എനിക്ക് എൻ്റെ മോനൊരു ടാബ് വാങ്ങി തന്നായിരുന്നു. അമ്മയ്ക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇത് ഇവിടെ കോർപ്പറേഷൻ്റെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ കീഴിലൊരു സ്ഥാപനത്തിൽ പ്രിന്റിംഗ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ സമയത്താണ് ഒരു തവണ ഞാൻ വീണു. ആ വീഴ്ചയുടെ എന്തോ പ്രോബ്ലം കൊണ്ടാണെന്ന് തോന്നുന്നു നട്ടലിന് പ്രശ്നം വന്ന് ഞാൻ കിടന്നത്. അപ്പൊ ആരും വിചാരിച്ചില്ല ഞാൻ എണീറ്റ് നടക്കുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ഈ യൂട്യൂബിൽ വരയ്ക്കുന്നത് ഇങ്ങനെ കൊച്ചിലെ ശരിക്കും വരയ്ക്കുമായിരുന്നു. എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഇത്രയും പ്രായമുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയൊക്കെ വരയ്ക്കുന്നതിന് വഴക്ക് പറയുമായിരുന്നു. പഠിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വളരെ മോശമായിരുന്നു. വരപ്പും ബുക്ക് വായിക്കുമായിരുന്നു, ഇഷ്ടംപോലെ നോവല് ബുക്കുകളൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ അമ്മ കാണാതെ ബുക്കിലൊക്കെ വരയ്ക്കും. ഇതായിരുന്നു തൊഴിൽ. പഠിത്തം കുറവായിരുന്നു. അപ്പോ അങ്ങനെ ഈ കിടന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള യൂട്യൂബിൽ വരയ്ക്കുന്നതിന്റെ വീഡിയോകൾ ധാരാളം കാണും. അപ്പൊ എനിക്ക് വരയ്ക്കണം എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ വന്നോണ്ടേയിരുന്നു. വരയ്ക്കുമായിരുന്നെങ്കിൽ അത് ഇടയ്ക്ക് അങ്ങ് നിന്നുപോയി. ഈ പ്രിന്റിങ്, ടൈ ആൻഡ് ഡൈ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ബാത്തിക് ഡിസൈന്, പിന്നെ ഫാബ്രിക് പെയിന്റിങ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. എന്നാലും ഈ പോർട്രേറ്റ്, ഓയിൽ പെയിന്റിങ് പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് ചോദിച്ചപ്പോൾ അവര് ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. അത് പഠിക്കാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു. അത്രയും പൈസ കൊടുത്ത് പഠിക്കണ്ട എന്നൊരു തോന്നൽ എന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ പതുക്കെ പതുക്കെ എണീറ്റ് എൻ്റെ ആ മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കാം ഞാൻ പിടിച്ചു നടന്നു. എനിക്ക് ശരി വന്നപ്പോൾ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ടിൻഡ് അക്കാഡമി ഉണ്ട്. അവിടെ ഓയിൽ പെയിന്റിങ് പഠിക്കാൻ അടുത്തൊരു സാറ്, ISROയിൽ ജോലിയുള്ള ഒരു സാറ് അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. പുള്ളി വരച്ച ഒരു പടം ഞാൻ കാണാനുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ഇവിടെ വീട്ടിൽ ആരോടും പറയാതെ ഞാൻ പോയി അങ്ങ് ജോയിൻ ചെയ്തു അവിടെ ക്ലാസ്സിന്. അപ്പൊ ഓയിൽ പെയിന്റ് പഠിച്ചു. ജോയിൻ ചെയ്തിട്ടാണ് വീട്ടിലൊക്കെ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും ജോയിൻ ചെയ്തില്ലേ, പഠിച്ചോളൂ എന്ന് പറഞ്ഞു. സമയം കണ്ടെത്തി പഠിച്ചോളൂ. വരച്ചു, ഒരുപാട് ഓയിൽ പെയിന്റിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചു, വലുതും ചെറുതായിട്ട് ഒത്തിരി വരച്ചു. അപ്പോൾ അവിടെ തന്നെ മ്യൂറലും ഉണ്ടായിരുന്നു. അപ്പൊ അതും പഠിച്ചു, മ്യൂറൽ പഠിച്ച് ഒരുപാട് വരച്ച് ഓരോരുത്തർ ഓർഡർ അനുസരിച്ച് വരച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവിടെ തന്നെ ഈ പെൻസിൽ ഡ്രോയിങ് ഉണ്ടായിരുന്നു. ടീച്ചറിനോട് അവിടുത്തെ ടീച്ചറിനോട് എനിക്കും പെൻസിൽ ഡ്രോയിങ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അത് എന്നെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി. അപ്പം മാഡം ഇപ്പൊ പഠിക്കണ്ട, മാഡത്തിന് ഇത് രണ്ടും അറിയാമല്ലോ. മാഡം പിന്നെ അവിടുത്തെ ഒരു സാറുണ്ട്, ടീച്ചറിന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിക്കാരൻ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ സംസാരിച്ചാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സാറിന്റെ വീഡിയോ ഞങ്ങൾ ശരിക്കും കാണുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമായിരുന്നു. എനിക്ക് ശരിക്കും അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, സാർ ഇങ്ങനെ ഒന്നും പറയത്തില്ല, ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഐ ഹാവ് എ ഡ്രീം എന്നും പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ബൈ എന്നും പറഞ്ഞ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മോളോട് പറയാം, മോള് വരയ്ക്കും. മോള് ഇത് എന്താണ് 3D ആനിമേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൾ അതിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, അവരങ്ങനെ പറഞ്ഞതല്ലേ, അപ്പോൾ അതെനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നൊരിത്. ഫേസൊക്കെ വരയ്ക്കുമ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ വരച്ചാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചോണ്ടിരുന്നാൽ മതി, ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ഇത് കണ്ടപ്പോഴാണ് അവള് തന്നെ പറഞ്ഞു, അമ്മ ഞാൻ ഇതിൻ്റെ അകത്ത് അമ്മയുടെ പേര് കൊടുത്ത്
ഫീസ് അടച്ചോട്ടെ എന്ന്." ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊക്കെ കുറച്ച് പേടിയൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. "അത് കുഴപ്പമില്ല, ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്തോളാം, എന്തായാലും ഞാൻ അടയ്ക്കുകയാണെന്ന് പറഞ്ഞു. കണ്ട അപ്പോഴേ തന്നെ ഫീസും അടച്ചു. അങ്ങനെയാണ് ഞാൻ ചേർന്നത്. പിന്നെ അതിനുവേണ്ടി സമയം ഞാൻ കണ്ടെത്തി ഒരുപാട്. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് പതുക്കെ വരയ്ക്കുള്ളൂ, മീൻസ് സമയം ഒരുപാട് എടുത്താ വരും. പിന്നെ പിന്നെ ആ സാറ് ഒരു 30 മിനിറ്റിന്റെ കുറെ ഇത് തന്നിരുന്നല്ലോ, അതെനിക്ക് 30 മിനിറ്റ് വേണ്ടാതായി വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയും എനിക്ക് ആ, എന്താണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, വരയ്ക്കണം വരയ്ക്കണം എന്നുള്ള. ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിവസം ഒരു ചിത്രമെങ്കിലും വരച്ചില്ലെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ആ ഒരു അവസ്ഥയായി. കുറേ അഥവാ ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയാണെങ്കിൽ രാത്രിയിൽ എണീറ്റിരുന്ന് ആരെയും ശല്യപ്പെടുത്താതെ വേറൊരു മുറിയിൽ പോയിരുന്നു, ലൈറ്റ് ഇട്ട് പോയിരുന്നു, വരച്ച് അത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കിടക്കുള്ളായിരുന്നു. അങ്ങനെയാണ്. ഗീത അതാണ് മാമിന്റെ വീട് അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ട്രിവാൻഡ്രം. ഒന്ന് ഷെയർ ചെയ്യും. ട്രിവാൻഡ്രം. ആ, ട്രിവാൻഡ്രത്താണ്. ഹസ്ബൻഡ് ISROയിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്, സയന്റിസ്റ്റ് ആയിരുന്നു. പുള്ളിക്ക് ആർട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷെ നമ്മളെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. വരയ്ക്കുന്നതൊക്കെ കൊണ്ട് കാണിച്ചാൽ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ, ഒരു 4 എക്സിബിഷൻ ഒരു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുണ്ട്, അതിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഞാൻ മ്യൂറൽ പഠിപ്പിക്കുകയും ചെയ്തു ഒരു 4 വർഷം ഈ സ്കൂളിൽ. ഹസ്ബൻഡ് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്റെ? എനിക്ക് വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സാറ്, ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് തോന്നുന്നു മെയ് 28 2003 ഞാൻ ജോയിൻ ചെയ്തത് സാറിന്റെ ക്ലാസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് സാറിനെ കാണണം, ഞാൻ എൻ്റെ മോളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് സാറിനെ എന്തെങ്കിലും കണ്ട് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ എക്സിബിഷൻ വെച്ചിരുന്നല്ലോ അതെ, എറണാകുളത്ത്. സ്റ്റുഡൻസിന്റെ. അതെ, അതെ. അതെ 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 അതെ. അപ്പോ റിസ്ക് എടുത്താണ് വന്നത്. അപ്പൊ എൻ്റെ കൂടെ വരാൻ ആരും ഇല്ലായിരുന്നു, പുള്ളിക്ക് ഈ ദൂരെ യാത്ര ചെയ്യുന്നതൊക്കെ മടിയായിരുന്നു. അപ്പൊ വേണോ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തനിയെ പോകും എന്ന് പറഞ്ഞു. പിന്നെ 2 കസിൻസിനെ എൻ്റെ കൂടെ വിട്ട് അങ്ങനെയാണ് ഞാൻ വന്നന്ന് സാറിനെ കണ്ടത്, പരിചയപ്പെട്ടത്. പിന്നെ 2 മക്കളാണ്, ഒരു മോളും മോനും. മോൻ ഇവിടെ ടെക്നോ പാർക്കിൽ IT ആണ്. മോള് ഇതാ അടുത്ത ആഴ്ച ദുബായിൽ ജോലിയായിട്ട് പോകാനായിട്ട് നിൽക്കുന്നു. പുള്ളിക്കാരത്തി മോഷൻ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, മോഷൻ. അതെ, അറിയാം. അതെ, അതാണ് ചെയ്യുന്നത്. അത്രയാണ്. പിന്നെ 3 കുഞ്ഞു മക്കളുണ്ട്. അത്രയാണ് എൻ്റെ യെസ്, ഫാമിലി. ഒരുപാട് സന്തോഷം. ഗീത മാം മ്യൂറൽ പെയിന്റിംഗ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എന്തൊക്കെ ടൈപ്പ് ആർട്ട് ഇപ്പോഴും വർക്കാ ചെയ്യുന്നത്? ചെയ്യുന്നുണ്ട്. ഞാൻ ഞാൻ ഓയില്, മ്യൂറല്, അക്രിലിക്, വാട്ടർ കളർ, ഇപ്പൊ പെൻസിൽ, ഇത് കളർ പെൻസിൽ, ഇത്രയും ചെയ്യുന്നു. എല്ലാ കോളം തികഞ്ഞില്ല. പണ്ട് പിന്നെ സ്കൂളില് ഇതുണ്ട്. പെൻസിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പോയ സമയത്ത് കിട്ടിയ അപമാനത്തിന്റെ പുറത്ത് വാശിപ്പുറത്തെല്ലാം പഠിച്ചെടുത്തു അല്ലേ? അതെ അതെ. പിന്നെ ഇത് കോഫി പെയിന്റിങ്, അതും ചെയ്യുന്നുണ്ട്. അത് ഞാൻ അവിടുന്ന് ആ ടീച്ചറിന്റെ അടുത്ത് നിന്ന് തന്നെ പഠിച്ചതാ. ഞാൻ മറ്റുള്ളവർ വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കാതെ അവര് വരയ്ക്കുന്ന, അല്ലെങ്കിൽ ടീച്ചർ വരച്ചിട്ട് കൊടുക്കുന്നത് കണ്ടു നിൽക്കും. എനിക്കത് കണ്ടു നിൽക്കുമ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വാട്ടർ കളറൊക്കെ പഠിച്ചത്. ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, പെൻസിൽ ഡ്രോയിങ് കുറെ പഠിച്ചെത്തിയ സമയത്ത് മാമിന്റെ പെയിന്റിങ്ങിലും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അതെങ്ങനെ അതെ. എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. എന്തായിരിക്കും അതിന്റെ റീസൺ? എനിക്ക് തോന്നുന്നു സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം കൂടുതൽ തന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ കരയുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ പ്രായത്തിലും. എന്തെങ്കിലും എനിക്ക് എന്നെ ഒന്ന് കളിയാക്കിയാലായാലും ചീത്ത പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നത്.
ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ നല്ല ബോൾഡായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് പറഞ്ഞാലും എനിക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞ ഇത് ശരിയായില്ലല്ലോ, ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്, എനിക്കിത് നന്നായിട്ടാ തോന്നുന്നത്. പിന്നെന്താ, എന്റെ സന്തോഷമല്ലേ, എന്റെ മനസ്സിന്റെ സന്തോഷമല്ലേ എനിക്ക് തിരിച്ചു പറയാൻ പറ്റുന്നത്. അത് ശരിക്കും സാറിന്റെ ക്ലാസ്സിന്റെ ഒരു ഗുണം തന്നെയാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. എൻ്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഏറ്റവും അനുഭവിച്ച ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയ ആയിരുന്നു അത്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, കാരണം ആർട്ട് എന്ന് പറയുന്നത് പാഷന്റെ പുറത്താണ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടാണ് അതെ ശരിക്കും നമ്മുടെ ഓരോ ആർട്ടും. അപ്പൊ അതെ ആരെങ്കിലും ചെറിയൊരു വാക്കൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കൊള്ളും, അത് ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ആത്മാർത്ഥതയോട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു 5-6 മാസമൊക്കെ അതിന്റെ ബാക്കിൽ പോയി കിട്ടും. അതെ അതെ അപ്പോ ഞാൻ പിന്നീട് അങ്ങനെ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ആലോചിച്ചു, സ്റ്റുഡൻസിനും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമല്ലോ. അതുകൊണ്ടാണ് വീക്ക്ലി മീറ്റിംഗിൽ മാക്സിമം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതും, കൂടാതെ സപ്പോർട്ടീവായിട്ട് മറ്റുള്ള സ്റ്റുഡൻസിനെ കൂടി ഉൾപ്പെടുത്തി ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഒരു അതെ. കോൺഫിഡൻസ് ഞാൻ ആവും, ഇത്ര ആ പേര് നമ്മളൊപ്പം ഉണ്ടല്ലോ. ഫേസ്ബുക്കില് ആരുടെ ചിത്രം കണ്ടാലും ഞാൻ അതിനെ സപ്പോർട്ടായിട്ട്, ഇത്തിരി മോശമാണെങ്കിൽ നമുക്ക് തോന്നും ഇത്തിരിയും കൂടി ശരിയാവാനുണ്ടെന്ന് തോന്നുമെങ്കിൽ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള അങ്ങനെ പറയാറേ ഇല്ല. കാരണം എനിക്ക് ഒരു വേദന വരുന്ന പോലെ ആയിരിക്കുമല്ലോ അതെ അതെ. മറ്റൊരാൾക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ നന്നായിട്ടുണ്ട് എന്ന് എപ്പോഴും ഇടാറുള്ളൂ. എല്ലാവരും ഇമ്പ്രൂവ് ആയിട്ട് വരും, ടൈം എടുത്തത്. കാരണം കൃത്യമായിട്ടുള്ള അതെ മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. അതെ അതെ പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവരും അതെ. ഇമ്പ്രൂവ് ആയിട്ട് വരും. യെസ്, അപ്പൊ ഇതാണ് നമ്മൾ അന്ന് നേരിട്ട് കണ്ട ആ ചിത്രം. അതെ എക്സിബിഷൻ കാണാൻ വന്നല്ലേ? അതെ അതെ അതെ. യെസ് യെസ് യെസ്. മാം ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കോഴ്സ് കണ്ട്, ഡ്രോയിങ് എല്ലാം. അപ്പോൾ ഈ പറയുന്ന പോലെ പണ്ട് പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം അതെ. ശരിക്കും തീർക്കുന്നുണ്ട് കോഴ്സിൽ. മറ്റേ ടൈ ഇടയ്ക്കൊന്നും കണ്ടില്ലേ? ആ, ഞാൻ ആ ശ്രദ്ധിച്ചായിരുന്നു. ടൈ രണ്ട് അതാണ് മൂന്ന് ഞാൻ തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ പഠിപ്പിച്ചോണ്ടിരുന്നത്. അല്ലേ? യെസ്, ഇതല്ലേ? ഇത് ഇത് ഇത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇത്. ഇപ്പോഴും പഠിപ്പിക്കാലോ, എന്ത് പറ്റി? ആ ഡൈ ഒക്കെ കിട്ടാൻ ഇപ്പൊ പ്രയാസമാണ് കുറച്ച്. ഡൈ ഒക്കെ പിന്നെ ഞാൻ ഒപ്പിച്ചു തരാം, നമ്മുടെ ഷോപ്പിലുണ്ട്. ഈ ഇതിന്റെ ഡൈ ഒക്കെ അല്ലേ? ആ, ഡൈ ഒക്കെ കിട്ടും. ഡൈ കിട്ടും, ആ ഇത് സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും. ആ, ആ ആ ഡ്രസ്സ് ആ. അടക്കം കിട്ടും, ടീഷർട്ട് അടക്കം അത് കിട്ടും. ശരി. ഷെയ്ഡിങ് ഇമ്പ്രൂവ് ആയി വരുന്നത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓരോ ഉം, ഓരോ ഉം. ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുമ്പോഴും പതിയെ 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 ഹാച്ചിങ് മെത്തേഡൊക്കെ പഠിച്ച്, കാരണം ഇതൊക്കെ നോക്കുന്ന അതെ സമയത്ത് ഇത് ആക്ച്വലി ഷെയ്ഡിങ് കുറെ കൂടി പഠിക്കാനുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ കോഴ്സ് ഒരുപാട് മുന്നോട്ട് പോയ സമയത്ത് കണ്ടോ, ഷെയ്ഡിങ് ഒക്കെ പ്രോപ്പർലി ആ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പോലെ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അതാ ടെക്നിക്സ് മെത്തേഡ്സ് പഠിക്കുന്നതിന്റെ ബെനിഫിറ്റാ. യെസ്, ഞാൻ ഇതൊക്കെ ഒരു എക്സലന്റ് പാഠം വർക്ക്. തന്നെ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറുണ്ട്. എന്റെ റിസൾട്ട് കാണുന്നുണ്ട്. എന്ത് സബ്ജക്റ്റാ കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം? എനിക്കോ, ഞാൻ ഉം, പെട്ടെന്ന് വരയ്ക്കുന്നത് ലാൻഡ്സ്കേപ്പാണ്. ഉം, അത് ഏത് മീഡിയത്തിലായാലും പെട്ടെന്ന് വരയ്ക്കും. ഉം. അത് വാട്ടർ കളർ. കോഫി പെയിന്റിങ് അല്ലേ? അതെ അതെ. നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ലേറ്റസ്റ്റ് വർക്കിലോട്ട് കിടക്കുന്ന സമയത്ത് കണ്ടോ, ഒരു ലെവൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വ്യത്യാസം, നല്ല ഇമ്പ്രൂവ്മെന്റ്. കാരണം ഈ ഒരു ആർട്ട് വർക്കൊക്കെ നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ വരച്ചിരിക്കുന്നത്. ഷെയ്ഡൊക്കെ ഒബ്സർവ് ചെയ്ത്, ഓരോ ലീഫിന്റെ പാറ്റേൺ ഒബ്സർവ് ചെയ്ത്, സമയമെടുത്ത് നല്ല റിസൾട്ട് ഉണ്ട്. താങ്ക് യു സാർ. ഇതൊക്കെ പെട്ടെന്ന് വരയ്ക്കുന്ന. കളർ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ആ സ്മൂത്ത് ആയിട്ടുള്ള, ഒരുപാട് സ്മൂത്ത് വേണ്ട, പക്ഷെ ആ ഇതിനേക്കാളും ഒരു പൊടിക്ക് സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ ഈ വൈറ്റ് ഡോട്ടൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ. ഓ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ.
നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനേ ചാർക്കോൾ പൗഡർ ആ യൂസ് ചെയ്യാം. ചാർക്കോൾ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും. ആ പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തിട്ട് അമർത്തി ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ചാർക്കോൾ യൂസ് ആ ചെയ്തിട്ടുണ്ടോ? ചാർക്കോൾ പെൻസിൽ വാങ്ങിയിട്ടുണ്ട്, ഇതുവരെ യൂസ് ചെയ്തില്ല. യൂസ് ചെയ്ത് നോക്കിക്കോ. യൂസ് ചെയ്യുന്ന സേഫ് സോൺ പിടിക്കണമെങ്കിൽ, സേഫ് ആയിട്ട് യൂസ് ആ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ആ വരയ്ക്കുന്ന സമയത്ത് ഫുൾ ബ്ലാക്ക് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങൾ മാത്രം ചാർക്കോൾ ഉപയോഗിച്ച് ചെയ്യുക. ഓ, ബാക്കിയൊക്കെ നോർമൽ പെൻസിൽ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ പെൻസിൽ ഷെയ്ഡിന്റെ മുകളിൽ ചാർക്കോൾ പിടിക്കില്ല. ഇങ്ങനെ പിടിക്കില്ല, ചെയ്തിട്ട് അതെ. ഇതിന്റെ മുകളിൽ പിടിക്കില്ല, പക്ഷെ ആ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഓ അപ്പോൾ ആ ഭാഗങ്ങൾ ഒഴിച്ചിട്ടിട്ട്, ബ്ലാക്ക് ഉള്ള ഭാഗങ്ങൾ ഒഴിച്ചിട്ടിട്ട് ലാസ്റ്റ് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഡെപ്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ കിട്ടും, കുറെ കൂടി ബെറ്റർ റിസൾട്ട് തോന്നും. അതുപോലെ ആ ഉം, കുട്ടിയുടെ ഒക്കെ ചെയ്തതിൽ ഈ ഉം. പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി മികച്ച ഫീൽ ആവും. പിന്നെ ചുണ്ടിൻ താഴെ കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്യാനുണ്ട്, അപ്പർ ലിപ്പിന്റെ ആ, ഷെയ്ഡ് ചെയ്യാനുണ്ട്, അതെ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ടൂളൊന്ന് അപ്ഗ്രേഡ് ചെയ്തോളൂ. ചാർക്കോൾ യൂസ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ ധൈര്യമായിട്ട്. ആ യെസ്. അടുത്തൊരു 1 ഇയർ ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്? ഞാനിപ്പോ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഉം. അത് കണ്ടിന്യൂ ചെയ്യണം. കൂടുതൽ കുട്ടികളായ എനിക്ക് ഹെൽത്ത് ഇപ്പോഴും അതുകൊണ്ട് ഉം, കുട്ടികൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ഉം. അവരെ കൊണ്ട് നല്ല വർക്കുകൾ ചെയ്യിപ്പിക്കണം. അതുണ്ട്. പിന്നെ വീട്ടില് എൻ്റെ ഹസ്ബൻഡിന്റെയും കുഞ്ഞുമക്കളുടെയും പോർട്രേറ്റ് നല്ല രീതിയിൽ വരച്ച് അവർക്ക് സർപ്രൈസ് കൊടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഇപ്പൊ ഏറ്റവും ഈ പെയിന്റ്, ഈ ആർട്ട് ഇത് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം കുക്കിംഗ് ആണ്. ആർട്ട് ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, ഏത് ഏജ് ഗ്രൂപ്പ് ആ, ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് ഇപ്പം വരുന്നതെല്ലാം കുഞ്ഞു കുട്ടികളാണ്. ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഉം. ആ, ഒരു 3-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? പെൻസിൽ ഡ്രോയിങ്ങും ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇത് കളർ പെൻസിലും മറ്റൊരു വാട്ടർ കളറും പെൻസിൽ ഡ്രോയിങ്. പോർട്രേറ്റ് വരച്ചിട്ട് ആർക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞു? ഹസ്ബൻഡിനോ? കുഞ്ഞുമക്കൾക്ക് 3 കുഞ്ഞുമക്കളുണ്ട്. ഹസ്ബൻഡിന് കൊടുക്കുന്നില്ലേ? ആ പാവം പുള്ളി കൊടുക്കണം ഈ കൊടുക്കണം. കാറിലൊക്കെ കുറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. അതെ 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 അതെ. ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി അത് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിന്റെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ. ആ, പിള്ളേർക്ക് വരച്ചു കൊടുക്കാം നമുക്ക്. അതെ അതെ അതെ. പുള്ളിക്കും വരച്ചു കൊടുക്കണം. ഒരു ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല, തെറ്റിപ്പോയാലോ എന്നൊരു പേര്. പോർട്രേറ്റ് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സെയിം പറഞ്ഞ പോലെ തന്നെ മെഷർമെന്റ് കറക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കുറെ കൂടി ആ, അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിലോട്ട് കടന്നായിരുന്നോ? കടന്നു കടന്നു. അത് കുറച്ചും കൂടി ഡെപ്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെറിയ മെഷർമെന്റ് പതിയെ പതി ഇതൊരു പ്രാക്ടീസിന്റെ പുറത്താണ് വരുന്നത്. ഒരു ലെവൽ കഴിയുമ്പോൾ ആ, പോർട്രേറ്റിൽ അതെ അതെ. റിസൾട്ട് വരണമെങ്കിൽ പ്രാക്ടീസും കൂടി വേണം. കാരണം അവിടെ ഉം, ഒബ്സർവേഷൻ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സർവേഷൻ ഉം, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉം. അപ്പോൾ അതൊന്ന് ഡെപ്തിൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ എനിക്ക് പതിയെ കറക്റ്റ് ചെയ്ത് വരും. ഒട്ടും അങ്ങോട്ട് കറക്റ്റായി വരാത്തത് എന്തെന്ന് വെച്ചാൽ ഇതാണ്, ഈ പെർസ്പെക്റ്റീവിന്റെ ഉം. പെർസ്പെക്റ്റീവിന്റെ അത് കുറച്ച് പ്രയാസം തോന്നുന്നുണ്ട്. ശരിയാവുന്നില്ല. അത് എൻ്റെ മോളെപ്പോഴും പറയാറുണ്ട്, അമ്മ അത് കറക്റ്റായിട്ട് ചെയ്യ്, സാർ മനസ്സിലാവുന്നില്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് ഒന്നും കൂടി ചോദിക്കുന്നൊക്കെ പറയാറുണ്ട്. പിന്നെ പോർട്രേറ്റ് പെർസ്പെക്റ്റീവ് അത് ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണോ? അതെ 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 അതെ. മനസ്സിലായി. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിമ്പിൾ പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങുകൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുക. ആ എന്നിട്ട് വെറുതെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അത് ഏത് പേഴ്സ്പെക്റ്റീവ് ആണെന്ന് നോക്കി മനസ്സിലാക്കുക. 3 പോയിന്റ് ആണോ, 2 പോയിന്റ് ആണോ, 1 പോയിന്റ് ആണോ നോക്കി മനസ്സിലാക്കുക. ആ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ തിയറി ഒക്കെ മനസ്സിൽ നിന്ന് കളയാം. ഇതിന്റെ തിയറി പാർട്ടും മനസ്സിൽ ഇങ്ങനെ വെച്ച് വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഡബിൾ അതാണ്. മൈൻഡ് ആവും. അപ്പൊ അത് വേണ്ട. അതെ. തിയറി ആ പാർട്ട് എന്താണ്, ഏത് പോയിന്റ് പേഴ്സ്പെക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിയറി ആ പാർട്ട് മനസ്സിൽ നിന്ന് കട്ട് ചെയ്യുക. ഇമേജ് നോക്കുക, ഒരു പോർട്രേറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് സെയിം പോലെ പേപ്പറിലിട്ട് വരക്കുക. അത്രയാണ് സൊല്യൂഷൻ. ആ ആ മനസ്സിലാകുന്നുണ്ടോ? അത് ആ എന്ത് പോയിന്റ് പെർസ്പെക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ തിയറി നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ ആ ആ ആ നോക്കുന്ന ആള് ഉയരത്തിൽ നിന്നാണ് നോക്കുന്നത്, താഴ്ന്ന് മുകളിലോട്ടാണോ, നേരെയാണോ നോക്കുന്നത്, ആ കാഴ്ചക്കാരന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ് എന്ത് സൊല്യൂഷൻ. ബാക്കി അതെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പേപ്പറിലേക്ക് വരയ്ക്കുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അതെ അതെ. ഒരുപാട് ഞാൻ ആ ഒരു ചാപ്റ്റർ തന്നെ എത്ര തവണ കണ്ടെന്ന് എനിക്കറിയില്ല, അത്ര കൂടുതൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്.
അപ്പൊ തിയറി പാർട്ടെന്ന് വിട്ടിട്ട് കുറെ ഒബ്സർവ് ചെയ്തോളൂ, കുറെ ആ, പെർസ്പെക്റ്റീവിന്റെ ഡ്രോയിങ്ങുകളും കുറെ ആ, ബിൽഡിങ്ങിന്റെ ചിത്രങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്ത് നേരെ പേപ്പറിലോട്ട് പകർത്തിയാൽ മതി. ഓക്കെ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, പെർസ്പെക്റ്റീവിന്റെ അതെനിക്ക് അത് സാർ പറഞ്ഞു തന്നല്ലോ. പിന്നെ ഈ പോർട്രേറ്റ് അത് എനിക്കൊന്ന് ഞാൻ ഈ ഗ്രിഡ് എല്ലാരും പറഞ്ഞു, നമ്മുടെ അന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഉം. അതിൽ അവരൊക്കെ പറഞ്ഞു ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്ക് ഗ്രിഡ് ഇട്ടിട്ട് ഒന്നും ശരിയാവില്ല. പിന്നെ ഈ എന്താണ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ എനിക്ക് കുറച്ചും കൂടി ശരിയാവുന്നുണ്ട്. പിന്നെ സാർ ഇപ്പൊ ഇന്നാള് സാറിന്റെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ അതില് മറ്റേ ഗൈഡ് ലൈൻ ഉം. ഉം. അതെ. എത്തിച്ചേ അത് കുറച്ചും കൂടി ശരിയാ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഗ്രിഡ് ഇട്ട് വരച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ല, എല്ലാം പൊട്ടത്തരാന്ന് തോന്നിപ്പോയി. കരച്ചിലും വന്നു എനിക്ക്, പേപ്പറൊക്കെ കീറി കളഞ്ഞേണ്ടി വന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ കുറച്ചും കൂടി ശരിയാവും. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ സാർ? അങ്ങനെ തന്നെ എനിക്കാണെങ്കിലും ഗ്രിഡ് ഇടുമ്പോൾ ശരിയാവാറില്ല. ഞാനും ഗൈഡ് ലൈൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ പ്രാക്ടീസ് ഇപ്പൊ കുറവാണ് കുറച്ച്, അതുകൊണ്ടായിരിക്കാം അല്ലേ, ശരിയായി വരും. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാൽ മതി. അതായത് ആ, ഒരു മാസം ഒരുപാട് ഈ ജിമ്മിൽ പോകുന്ന പോലെ തന്നെ. ഇപ്പൊ ചിലർ ആ, വിചാരിക്കും വെക്കേഷൻ അല്ലേ, ജിമ്മിൽ പോയിട്ട് അങ്ങ് മസിൽ ഉരുട്ടിക്കേട്ട നടക്കില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 5-8 മാസം 1-2 വർഷമൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ, സെറ്റ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ ആർട്ടിന്റെ പ്രാക്ടീസ്. ചില സ്റ്റുഡൻസ് വന്ന് ഇതെല്ലാം അങ്ങ് പഠിച്ചു തീർക്കാന്ന് വിചാരിച്ച് ഒരു മാസം ഫുള്ള് ലീവ് അങ്ങ് എടുത്ത് ഫുള്ള് പ്രാക്ടീസ് ചെയ്യും, റിസൾട്ട് കിട്ടില്ല. ആ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് തന്നെ ലോങ് ടൈമിൽ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ആ, 2 ദിവസം കൂടുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, 2 ദിവസം കൂടുമ്പോൾ തന്നെ ലോങ് ടൈമിൽ പറയാം. ആ കൺസിസ്റ്റൻസി മാറാതെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാൽ മതി. പിന്നെ ലോങ് ബ്രേക്കുകൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ലോങ് ആയിട്ടുള്ള ബ്രേക്കുകൾ ഒഴിവാക്കാൻ നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പതിയെ ചെയ്യാറില്ല, എനിക്കത് പറ്റില്ല അത്. ഉം. ഗീത മാമിന്റെ വരയ്ക്കാതിരിക്കാൻ ആർട്ട് വർക്ക് പ്രോഗ്രസ്സിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെറിയ മെഷർമെന്റ് ഡിഫറൻസ്, ചെറിയ കുഞ്ഞ് ഷേപ്പ് ഡിഫറൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആയിട്ട് നല്ല റിസൾട്ട് വരും. ഓക്കെ. അപ്പൊ സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് ചോദിക്കാം അല്ലേ? യെസ്, യെസ്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാനുള്ള മെസ്സേജ് അയക്കാം. ആ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ആ, സെപ്പറേറ്റ് മീറ്റിംഗ് നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഓപ്പൺ ഗ്രൂപ്പ് വേണം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ, നിങ്ങൾക്ക് ധൈര്യമായിട്ട്, കൂടാതെ അതിലോട്ട് വരുന്ന സ്റ്റുഡൻസ് കുറെ കൂടി ക്വാളിറ്റി ഉള്ള മെമ്പേഴ്സ് ആയിരിക്കും. അച്ചീവേഴ്സ് ക്ലബ്ബ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. സോ ആ, ഞാനുമായിട്ടുള്ള ഇത്തരത്തിൽ 1-to-1 കഴിഞ്ഞ ആക്ഷൻ എടുത്ത റിസൾട്ട് കിട്ടിയ കുറെ കൂടി കമ്മിറ്റ്മെന്റും ഹാർഡ് വർക്കും ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവരുടെ ഗൈഡൻസ് എടുക്കാനൊക്കെ പറ്റും, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. ആ, ഞാൻ ആഡ് ചെയ്ത് തരാം കേട്ടോ ഇന്നത്തെ മീറ്റിംഗ് തീരുമ്പോൾ. ഓക്കെ. യെസ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. മാം ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അതെ പഠിക്കാൻ അതെ അതെ. പറ്റാതെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്നത്. അപ്പോൾ ശരിക്കും മാമിൻ്റെ പോലെ ഒരുപാട് പേര് പുറത്തുണ്ട്, ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടെന്ന് അറിയാതെ അതെ, ചെറുപ്പത്തിലെ പഠിക്കണമെന്നുള്ള ആഗ്രഹം മൂടി വെച്ച് ജീവിക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് മാമിന് എന്താ പറയാനുള്ളത്? ധൈര്യമായിട്ട് ആർട്ടിലോട്ട് വരിക എന്നാണ്. നമ്മുടെ ആഗ്രഹം മൂടി വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും എന്താഗ്രഹം, ആർട്ടിന്റെ അല്ല, മറ്റെന്ത് ഇതായാലും നമുക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അത് ഒരിക്കലും മൂടി വെക്കാൻ പാടില്ല. അത് ഞാൻ എൻ്റെ മക്കളോടും അത് തന്നെയാണ് പറയുന്നത്. എൻ്റെ പഠിക്കാൻ വരുന്ന ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, പറ്റില്ല എന്ന് പറഞ്ഞ ഒരു പടം മാറ്റി വെക്കാൻ പാടില്ല. അത് വരച്ചു നോക്കുക, തെറ്റുവാണെങ്കിൽ വീണ്ടും വരയ്ക്കുക. അത് അങ്ങനെ തന്നെ തുടർന്നാല് 3 വട്ടം വരയ്ക്കുക, 4 വട്ടം വരയ്ക്കുക, അടുത്ത തവണ നമുക്ക് ശരിയാവും എന്ന് ഞാൻ കുട്ടികളോട് പറയാം. അതാണ്, വരയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ വരയ്ക്കുക, പഠിക്കുക, അതിനെവിടെയാണ് സമയം കണ്ടെത്തുക, പഠിക്കുക. യെസ്, ഒരുപാട് സന്തോഷം. അതാണ് ശരിക്കും വാല്യൂബിൾ ആയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ താങ്ക് യു. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം.